ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നരേന് ജയപാലിൽ എറിഞ്ഞ് വീഴ്ത്താണ്. അങ്ങനെ ജയപാൽ ദേഷ്യത്തോട് ഉരുട്ടി തിരിഞ്ഞിങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും നരേൻ അതിൽ നടന്നിങ്ങനെ പോകുകയാണ്. അപ്പോൾ എല്ലാവരും നരേനെ തന്നെ നോക്കിയേക്കാണ്. എന്നിട്ട് ജയപാലൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ ചവിട്ടിട്ടോ. അങ്ങനെ അയാൾ താഴെ വീഴും. മേത്തൊക്കെ ആകെ ചെളിയാവും കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് കാവേരിക്കും ശാരദയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുകയാണ്. നേരം രാധമ്മ പറയുന്നുണ്ട്, കൊള്ളാം ആൺകുട്ടിയാവൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, വേണ്ട മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നരേനാണെന്നുണ്ടെങ്കിൽ ജയപാലിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയപാലാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് ഇടുക, നീ ആരെ തൊട്ടതെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരെയായാലും നീ എൻ്റെ മുത്തശ്ശനെ കൈവയ്ക്കാനായ കേട്ടോ. എൻ്റെ മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. അവരെ നീ കൈവച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയോടാന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജയപാലൻ പറഞ്ഞു, നീ പുഷ്പവാടി പോയി ചോദിച്ചു നോക്ക് എന്ന് പറയുകയാണെ. അപ്പോഴേക്ക് ശിവരാജൻ വന്നിട്ട് ഇടയിൽ വിട്ടിട്ട് വേണ്ട മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ ആരാടാ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നരേൻ ചോദിക്കും, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയോടാന്ന് ചോദിക്കുമ്പോഴത്തേനും കാവേരി പറയട്ടോ ഫ്രോഡ് എന്ന് പറയും കേട്ടോ. അപ്പോൾ കാവേരി നോക്കുകയാണ് കേട്ടോ നരേൻ. അപ്പോൾ പെട്ടെന്ന് കാവേരി അല്ല ജയപാലൻ ഫ്രോഡ് അങ്ങനെ പറയും. അപ്പോൾ മനസ്സിലാവും കേട്ടോ. അതിന് ശേഷം മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറയും കേട്ടോ ജയപാലിനോട്. ഞാൻ പോകാനല്ല വന്നിട്ടുള്ളത്, ഇവരെ മര്യാദയ്ക്ക് കുടിയൊഴിപ്പിക്കണം, ഇവരിപ്പം തന്നെ ഇറക്കി വിടണം, അല്ലാതെ ഞാനിവിടെ നിന്ന് പോകൂല എന്ന് ജയപാലൻ പറയാണ് കേട്ടോ. അന്നേരം നമ്മുടെ നരേൻ വന്നിട്ട് പറയാണ് കേട്ടോ, ഈ കുടുംബം എൻ്റെ മുത്തശ്ശി എത്ര നാൾ ഇവരോട് ഇവിടെ താമസിക്കാൻ പറയുന്നു അത്രയും കാലം ഇവരിവിടെ താമസിക്കും, ഇവർക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കുന്നു തന്നെ ജയപാലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണേ. എന്നിട്ട് ജയപാലിനോട് പറയാം, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എന്ന്. അപ്പോൾ ജയപാലൻ പറഞ്ഞു, നീ പുഷ്പവാടി ഒന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കും ജയപാലൻ ആരാണെന്ന്. അയ്യോ, പുഷ്പവാടിയൊന്നും വരെ പോകാനുള്ള ടൈം എനിക്കില്ല ജയപാല, തൽക്കാലം ഇപ്പം നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. നിനക്ക് ഞാൻ അപ്പോൾ മറ്റേ ജയപാലൻ പറയാണ് കേട്ടോ, അതെ ഞാൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം, എനിക്കതിനൊന്നും സമയമില്ല, ഞാൻ ഒരു 10 വരെ എണ്ണും, അതിനുള്ളിൽ നീ ഇവിടെ നിന്ന് പോകണം എന്ന് പറയും കേട്ടോ. അന്നേരം നീളമോള് പറയുന്നുണ്ട്, ദൈവമേ ഈ 10 വരെ വേഗം ഇനി തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, താൻ ഇവിടെ നിന്ന് വേഗം പോകാൻ നോക്കുന്നു. ശിവരാജനും പറയുന്നുണ്ട്, പൊയ്ക്കോ എന്ന് ഇങ്ങനെ ചെവിയിൽ വന്നിട്ട് പറയുന്നുണ്ടേ. യമുന വന്നിട്ട് ഗംഗനോട് പറയും, ഓ ദൈവമേ 10 ഇന്ന് വേഗം എണ്ണി തീർന്നാൽ മതിയായിരുന്നു. അങ്ങനെ നരേനെ എണ്ണുന്നുണ്ട് കേട്ടോ, 1 2 എന്ന് പറഞ്ഞിട്ട് എണ്ണുന്നുണ്ട് കേട്ടോ. അല്ലാതെ കഴിഞ്ഞിട്ട് 6 7 എന്ന് കഴിയുമ്പോൾ ലാസ്റ്റ് ജയപാലൻ നരേൻ്റെ അടുത്ത് വന്നിട്ട് 8 9 അയാൾ എണ്ണുകയാണ് കേട്ടോ സ്വയം. 10 എന്ന് അയാൾ സ്വയം എണ്ണീട്ട് അയാളുടെ കാറിൻ്റെ ഡോർ തുറക്കുകയാണ്. എന്നിട്ട് അയാൾ എന്നെ അതിൽ കയറിപ്പോകും. എന്നിട്ട് നരേൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന് പറയാം. അപ്പോൾ നരേൻ ശരി എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അങ്ങനെ ജയപാലൻ പേടിച്ചടന്ന് പോകുന്നുണ്ട്. അതിന് ശേഷം ഇവരൊക്കെ നന്നായി ഒന്ന് നോക്കിയതിന് ശേഷം വേഗം തന്നെ അവിടെ ചെന്നിട്ട് സിറ്റ് ഔട്ടിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശിയും പിന്നെ ശിവരാജനും കൂടെ വരും കേട്ടോ. അപ്പോൾ ശിവരാജൻ പറയും, വെറുതെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ എടുത്ത് തല വയ്ക്കാൻ നിൽക്കുന്നത്, ആരാണ് എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് എല്ലാവരും അറിയുമെന്ന് പറയുകയാണ്. ഇനി ഇവൻ്റെയൊക്കെ പിന്നിൽ ആരെങ്കിലുണ്ടെന്ന് ആര് കണ്ടു എന്ന് ശിവരാജൻ ചോദിക്കുമ്പോൾ അകത്തേക്ക് കയറിപ്പോയ നരേൻ പുറത്തേക്ക് വരികയാണ്. ഇവൻ്റെ പിന്നിൽ ആരുണ്ട് എവരുണ്ടെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, പക്ഷേ ഈ നരേൻ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ, അതുമാത്രം മതി എന്ന് പറഞ്ഞിട്ട് നരേൻ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ശാരദ വന്നിട്ട് മുത്തശ്ശിനോട് ഇങ്ങനെ നന്ദി പറയാൻ കേട്ടോ, ഞങ്ങൾ ഒരു സ്ഥലത്തും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് അയാൾ. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നരേമോൻ ഇടപെട്ടാൽ പിന്നെ ആ പ്രശ്നം തീർന്നു എന്ന് പറയുകയാണ്. അപ്പോൾ വിനീത് പറഞ്ഞിട്ട് ജയപാലൻ പേടിച്ച് പോയത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ അതായത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ നരേൻ ഇങ്ങനെയാണ്, അവൻ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അവന് വിഷമാവും, ഞങ്ങൾ അവന് ജീവനാ. മുത്തശ്ശിയുടെ കൊച്ചുമോൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കാവേരി. അവന് ബിസിനസ്സാണ്, ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബിസിനസ്സും കൂടി പുതുതായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. പിന്നെ എന്തായാലും സമയം കളഞ്ഞ് നിൽക്കാതെ നമുക്ക് പാല് കാച്ചാന്ന് മുത്തശ്ശൻ പറയുമ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് പാല് കാച്ചിട്ട് ഇങ്ങനെ പരസ്പരം എല്ലാവർക്കും പാല് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മുത്തശ്ശൻ്റെ കയ്യിൽ വിനീത് അഡ്വാൻസൊക്കെ കൊടുക്കുന്നുണ്ട് 10,000 രൂപ. പിന്നെ അങ്ങനെ പാല് കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ വീട്ടിൽ 2 പേരും കൂടി ഇല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവർക്കും കൂടെ കൊണ്ടു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ചിലപ്പോൾ ശിവരാജൻ കുടിക്കുമായിരിക്കും, പക്ഷേ നരേമോൻ കുടിക്കുമെന്ന് അറിയില്ല.
സാരല്ലേ പാലല്ലേ കൊടുത്തു നോക്കുമെന്ന് ശാരദ പറയും. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് ശിവരാജന് കൊടുക്കുമ്പോൾ ശിവരാജൻ വേഗം വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ പിന്നിൽ മറ്റേ ആൾ വന്നത് എന്തിനാന്ന് ചോദിക്കട്ടോ. അയാൾ എൻ്റെ അച്ഛൻ്റെ പണം മുഴുവൻ തട്ടിച്ചെടുത്ത ആളാണ്. മാത്രമല്ല എൻ്റെ അച്ഛനെ കൊന്നതും അയാൾ തന്നെയാണ്. അപ്പോൾ ആണോ, അങ്ങനെയാണല്ലേ, അപ്പോൾ നിങ്ങളോട് ശത്രുതയാണല്ലേ. അപ്പോൾ ഇത്ര ശത്രുത തോന്നാൻ കാരണം എന്താ? തോട്ടത്തിൻ്റെ പൈസ അയാൾ തട്ടിച്ചെടുത്ത തോട്ടത്തിൻ്റെ പൈസ ഞങ്ങൾ തിരിച്ചു മേടിച്ചു. അത് അയാളുടെ മകളുടെ കല്യാണത്തിൻ്റെ അന്നാണ് ഞങ്ങൾ പോലീസിനായിട്ട് ചെന്നത്. അതിൻ്റെ ദേഷ്യമാണെന്ന് പറയും. ആണോ, ഇനി ഒരാളെയും കൂടെ കിട്ടാനുണ്ട്. ആരെ എന്ന് കിട്ടോ. ഈ തോട്ടം കൊടുത്ത ആളുണ്ടല്ലോ, അയാളും കൂടെ ചേർന്നിട്ടാണ് ഈ ചതി ചെയ്തത്. അയാളെയും കൂടെ കിട്ടണം. എന്തിനു കിട്ടണം? അയാളുടെ തല എനിക്ക് അടിച്ച് പൊളിക്കണം എന്ന് പറയാണ് കേട്ടോ കാവേരി ശിവരാജനോട്. അപ്പോൾ ശിവരാജൻ്റെ തെരുപ്പിൽ പാലിങ്ങനെ പെട്ടെന്ന് കീറിയിട്ടത് കേൾക്കുമ്പോൾ, അയ്യോ എൻ്റെ സാറേ, ഒന്നുമില്ല എന്ന് പറയട്ടോ. എന്നിട്ട് പറയും, അതെ മറ്റാളെവിടെയെന്ന് ചോദിക്കട്ടോ. മറ്റാളോ? ഏത് മറ്റാൾ? അല്ല മറ്റേ ഫൈറ്റ് ചെയ്ത ആളില്ലേ എന്ന് ചോദിക്കട്ടോ. നരേനല്ലേ? എന്തിനാ പാല് കൊടുക്കാൻ? ആണോ, അവിടെ ഒരു 2 ഓൾഡ് പീസുകളില്ലേ നിങ്ങളുടെ വീട്ടിലിപ്പോൾ? അവർ പറഞ്ഞു അപ്പോൾ നരേന് പാല് കൊടുത്തോളാൻ. അതായത് കാവേരി പറഞ്ഞിട്ട് കണ്ടു. ആണോ, എന്നാ കൊടുക്കിട്ടാ. അതെ അവനെ ഓഫീസിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഇപ്പോൾ വരും, ഇവിടെ തന്നെ നിൽക്കിട്ടാ, ഇപ്പോൾ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയാൾ പോകാണ് കേട്ടോ. അവർ എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഗായത്രിയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ, എവിടെ നിന്നോ വന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വെറുതെ ഒരാളോട് വഴക്കുണ്ടാക്കിയതാവേ, വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാണ്. അപ്പോൾ എവിടെ നിന്നോ വന്നതോ? വാടകയ്ക്ക് താമസിക്കാൻ വന്നതല്ലേ? പിന്നെ വാടകയ്ക്ക് എന്തിനാണ് ഇപ്പോൾ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്? വാടക കിട്ടിയിട്ടാണോ ഇനി നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്? എന്നിട്ട് അവൻ്റെ ഒരു വാഗ്ദാനം, മുത്തശ്ശി പറയുന്നിടത്തോളം കാലം അവരവിടെ താമസിക്കുന്നു എന്നറിയട്ടോ. അതെ ഇതിപ്പോൾ പാലും കൊണ്ട് വന്നിട്ടുണ്ട് ആ പെൺകുട്ടി. എനിക്ക് തോന്നുന്നുണ്ടതേ നരേനെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. നരേനെ വളച്ചെടുക്കാനോ? അതെ, അല്ലാതെ പിന്നെ എന്തിനാ? ഇതൊക്കെ ഒരു ഡ്രാമയാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി നെഞ്ചി കഴിച്ചിട്ട്, ദൈവമേ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എന്താ? അല്ല, ഏതെങ്കിലും ഒരു പെൺകുട്ടി അവനെ വളച്ചെടുക്കാൻ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ. ബെസ്റ്റ് ഫാമിലി എന്ന് പറയട്ടോ. ഇതേപോലെ ഒരു ഫാമിലിനെ വളച്ചെടുക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയിട്ട് എന്തായെന്നറിയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. പെട്ടെന്ന് ഗായത്രി ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. വെറുതെ ആപത്ത് ക്ഷണിച്ച് വരുത്തണ്ടെന്ന് പറയും കേട്ടോ. അന്നേരം ഗായത്രി പറഞ്ഞിട്ടുണ്ട്, ആപത്ത് ക്ഷണിച്ച് വരുത്തുന്നതാണോ അതോ വിളിച്ചു വരുത്തുന്നതാണെന്നൊക്കെ ചെയ്തവർക്കല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ശിവരാജന് പേടി പോലെ തോന്നാൻ കേട്ടോ. എന്തായാലും അവരവിടെ താമസിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും കേട്ടോ. അവരവിടെ താമസിച്ചോളാൻ നരേനല്ലേ പറഞ്ഞത്? നരേൻ്റെ വീടല്ലേ അത്? നരേൻ്റെ വീടോ? അപ്പം നമുക്കിവിടെ ഒരു അവകാശമില്ലേ? നമുക്ക് എന്തവകാശം? ഈ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തതേ, ഇത്രയും സ്വത്തുക്കൾ ഉണ്ടാക്കിയെടുത്തതേ അവൻ്റെ അച്ഛനാ, ശങ്കരേട്ടൻ, ഗൗരി ചേച്ചിയുടെ ഭർത്താവ്. നിങ്ങളങ്ങനെയാണോ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? മുടുമുണ്ട് മാത്രമായിട്ടല്ലേ വന്നത്? ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും മാത്രം കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോൾ കാറുണ്ട്, വീടുണ്ട്, താമസിക്കാനുള്ള സൗകര്യമുണ്ട്, നല്ല ഭക്ഷണങ്ങളുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. പക്ഷേ ശങ്കരേട്ടൻ ഓരോന്ന് സ്വത്തുക്കൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്തത്? നിങ്ങളെന്തുണ്ടാക്കി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ വളർത്തുന്ന പിള്ളേർക്കും ഭക്ഷണം കൊടുക്കുന്നതേ അവനാ, അതുകൂടെ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശിവരാജനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയട്ടോ. അവകാശം ചോദിച്ചു വന്നിരിക്കുന്നു. നാരായണൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നിടത്തോളം കാലം ഇവിടെ താമസിക്കാം, അത്ര മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണേ. അന്നേരം ശിവരാജന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശിവരാജൻ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണേ. ഇതേ സമയം നാരായണനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് ഓഫീസിൽ പോകാനായിട്ട് വരികയാണ്. അപ്പോൾ കാവേരി ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കാവേരി അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ഭാവം പോലും കാണിക്കാതെ നാരായണൻ പുറത്തേക്ക് പോവുകയാണ്. കാവേരിയാണെന്നുണ്ടെങ്കിൽ പാലിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നാരായണൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നാരായണൻ അങ്ങനെ പോയി വണ്ടിയുടെ അവിടെ എത്താറാകുമ്പോൾ ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാവേരി വെയിറ്റ് ചെയ്യുകയാണ് ഈ പാലും കൊണ്ടിട്ടോ. പക്ഷേ കാവേരി അവിടെ നിൽക്കുന്നുണ്ടെന്നൊന്നും നോക്കാണ്ട് കാറിൻ്റെ ഡോറ് തുറക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ പാല് ഗ്ലാസ് തട്ടി താഴെ വീണ് ജില്ലു ഒക്കെ പൊട്ടിപ്പോവുകയാണ് കേട്ടോ. ഇത് കാവേരിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല. കാവേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും കേട്ടോ. പക്ഷേ നാരായണൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നാരായണൻ അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ കാവേരി ഇങ്ങനെ നിൽക്കണത് എന്ത് മനുഷ്യൻ എന്നുള്ള രീതിയിൽ
അത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. പ്രമോല് കാണിക്കുന്നത് ഒരു ബാങ്കിൽ വിനീതും കാവേരിയും കൂടെ ബാങ്കിൽ പോകാട്ടോ. ഈ സമയത്ത് നമ്മുടെ വിനീതല്ല നിവിൻ അവിടെ എത്തിയിട്ടുണ്ട്. നിവിൻ അവിടെ ഒരു കടയിൽ കയറിയിട്ട് എന്തോ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ കാവേരിനെ കണ്ടിട്ട് കാവേരിനെ വിനി കൂടെ പോകുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാഗിണിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മണത്തറിഞ്ഞിട്ട് രാഗിണി ഈ നിവിനെ വിളിച്ച് പറയുന്നുണ്ട്, കൊച്ചിക്ക് പോയ നീ തിരുവനന്തപുരത്ത് കാവേരി പിന്നെ കൂടെ ചുറ്റിത്തിരിയാണെന്ന് രാജി അറിഞ്ഞിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറയാണ് കേട്ടോ. അത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.